ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇറാനെയാണ്. വെറും 12 ദിവസം കൊണ്ട് ഇസ്രയേലിനെ വിറപ്പിച്ച ഇറാനോട് മുട്ടാൻ എല്ലാ കാലത്തും ഇസ്രയേൽ ഒന്ന് മടിക്കും. തൊട്ടാൽ പണി കിട്ടുമെന്ന് 2025 ജൂണിലെ വെറും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇസ്രയേലിന് മനസ്സിലായതാണ്. സ്വന്തം തലസ്ഥാനം നിന്ന് കത്തുന്നത് ഇസ്രയേൽ ഏറിയ നെഞ്ചിടിപ്പോടെയാണ് അന്ന് കണ്ടുനിന്നത്. ഇറാനോടുള്ള ഇസ്രയേലിന്റെ ഈ പേടി ഇന്ന് എത്തി നിൽക്കുന്നത് റഷ്യയിലാണ്. കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർണായകമായ ഒരു മധ്യസ്ഥന്റെ വേഷം ഏറ്റെടുത്തിരിക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ റഷ്യ ഇപ്പോൾ ക്രിയാത്മകമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുടിൻ വ്യക്തമാക്കുന്നത്. റഷ്യയുടെ ബഹുമുഖ നയതന്ത്ര ശക്തി കൂടിയാണ് ഇത് തെളിയിക്കുന്നത്. ഇറാനുമായുള്ള റഷ്യയുടെ അടുത്ത ബന്ധം ഉപയോഗിച്ച് ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനുള്ള സന്ദേശങ്ങൾ പോലും കൈമാറാൻ റഷ്യയെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഇസ്രയേൽ ഇപ്പോഴുള്ളത്. ഇത് മേഖലയിലെ റഷ്യൻ സ്വാധീനത്തെ ഒന്നുകൂടി അടയാളപ്പെടുത്തുന്നതാണ്. താജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന റഷ്യ മധ്യേഷ്യ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് പുടിൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാനിയൻ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ റഷ്യ ഇറാനുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പുടിൻ പ്രസ്താവിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ റഷ്യയുടെ പിന്തുണ നിർണായകമാണ്. ഇറാനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും തമ്മിലുള്ള സൃഷ്ടിപരമായ സഹകരണം പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കാനും റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പുടിൻ വ്യക്തമാക്കുകയുണ്ടായി. ഇറാനിയൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏകമാർഗം നയതന്ത്രമാണെന്നാണ് റഷ്യ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുടിനുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജൂലൈയിൽ ചർച്ച നടത്തിയിരുന്നു. സംഭാഷണത്തിലൂടെയുള്ള പരിഹാരം കണ്ടെത്തുന്നതിന് സാധ്യമായ എല്ലാ വഴികളിലൂടെയും സംഭാവന നൽകാൻ റഷ്യ തയ്യാറാണെന്നാണ് അന്ന് പുടിൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരുന്നത്. തങ്ങളുടെ എതിരാളിയായ ഇറാനുമായി റഷ്യക്കുള്ള പങ്കാളിത്തത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇസ്രയേൽ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഒരു തരത്തിലുള്ള സംഘർഷത്തിലും താല്പര്യമില്ലെന്നും ഇറാനിയൻ നേതൃത്വത്തെ അറിയിക്കാൻ റഷ്യയുടെ സഹായം ഇസ്രയേൽ തേടിയിട്ടുണ്ടെന്നും പുടിൻ വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് ഒരേ സമയം ഇറാനോടുള്ള റഷ്യയുടെ വിശ്വാസ്യതയെയും ഇസ്രയേലിന്റെ പേടിയുടെയും സൂചനയാണ്. നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച പുടിൻ ഗാസ യുദ്ധത്തിന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള സാധ്യത, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങൾ, ഇറാനിയൻ ആണവ പദ്ധതി, സിറിയയിലെ സ്ഥിതിഗതികൾ സുസ്ഥിരമാക്കൽ തുടങ്ങിയ നിർണായക വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടത്തുകയുണ്ടായി. പിന്നാലെയാണ് ഇസ്രയേലിന് വേണ്ടി ഇറാനുമായി സംസാരിക്കണമെന്നുള്ള നെതന്യാഹുവിന്റെ ആവശ്യം പുടിൻ വ്യക്തമാക്കിയതും. ഇത് ആദ്യമായല്ല ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ ഇടപെടാൻ പുടിൻ നിയോഗിക്കപ്പെടുന്നത്. ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ 12 ദിവസത്തോളം പരസ്പര ആക്രമണങ്ങൾ നടന്ന സമയത്ത് സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളെയും ബന്ധപ്പെട്ട ചുരുക്കം ചില ലോക നേതാക്കളിൽ ഒരാളായിരുന്നു പുടിൻ. ആ സമയത്ത് റഷ്യ എല്ലാ കക്ഷികൾക്കും നിരവധി വിട്ടുവീഴ്ച ചട്ടക്കൂടുകൾ നിർദ്ദേശിച്ചിരുന്നു. ഇറാന്റെ ആക്രമണങ്ങളിൽ ഭയന്ന് ഇസ്രയേൽ പെട്ടെന്ന് പിന്മാറിയതുകൊണ്ട് തന്നെ അന്ന് ഭീകരമായ പ്രത്യാഘാതങ്ങളാണ് ഒഴിവാക്കാൻ സാധിച്ചത്. ഇസ്രയേലിന്റെ സ്വകാര്യ അഹങ്കാരമായ അയൺ ഡോമിനെ പോലും കാഴ്ച വസ്തുവാക്കി മാറ്റിക്കൊണ്ട് ഇറാൻ നടത്തിയ തിരിച്ചടി ആ രാജ്യത്തെ കുറച്ചൊന്നുമല്ല തളർത്തിയിരുന്നത്. വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കുന്നതിന് പകരം ആ രാജ്യത്തിനെതിരായ നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയുകയും റഷ്യ മുന്നോട്ട് വെക്കുന്ന നയതന്ത്രപാത പിന്തുടരുന്നതുമാണ് ഇസ്രയേലിന് നല്ലത്. അങ്ങനെ ചെയ്താൽ മാത്രമേ മേഖലയിൽ യഥാർത്ഥ സമാധാനം പുലരുകയുള്ളൂ. വിഷയത്തിലുള്ള റഷ്യയുടെ ഇടപെടൽ അന്താരാഷ്ട്ര രംഗത്ത് ഇറാന്റെ നയതന്ത്രപരമായ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നതിലും സംശയമില്ല. ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വഹിക്കുന്ന മധ്യസ്ഥ പങ്ക് റഷ്യയുടെ ലോക നേതൃപാടവത്തിന്റെ ശക്തമായ പ്രഖ്യാപനമാണ്. നയതന്ത്രം മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന തങ്ങളുടെ നിലപാട് ആവർത്തിച്ചുറപ്പിക്കുകയാണ് റഷ്യ. പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിന് വേണ്ടി റഷ്യയുമായി ക്രിയാത്മക പങ്കാളിത്തം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ. തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇറാനോട് സംസാരിക്കാൻ റഷ്യ തയ്യാറാവുക എന്നതാണ് ഇസ്രയേലിന്റെ ആവശ്യം. ഇറാനുള്ള സന്ദേശം കൈമാറാൻ പോലും റഷ്യയെ ആശ്രയിക്കേണ്ടി വരുന്ന ഇസ്രയേലിന്റെ ഗതികേട്
ലോകത്ത് അവരുടെ പ്രാധാന്യം നേർത്ത് വരുന്നു എന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. മാത്രമല്ല, സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് പകരം സമാധാനപരമായ ചർച്ചകൾക്ക് ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയുടെ നയതന്ത്ര സമീപനത്തിന്റെ വിജയമായും ഇതിനെ കണക്കാക്കാം.